പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹ കർത്താവേ. നാദാവരേ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഒത്തിരിയേറെ സ്നേഹത്തോടെ അതിലേറെ നന്ദിയോടെ ഞങ്ങളിതാ ദിവ്യകാരുണ്യ സന്നിധിയിൽ ആയിരിക്കുന്നു. നല്ല തമ്പുരാനെ, അവർണ്ണനീയമാവിധം അങ്ങ് ഞങ്ങളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നന്മകളെയും ഓർത്ത് ഈശോയെ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. എത്ര നന്ദി പറഞ്ഞാലും തീരാനാവാത്ത അത്ര അനുഗ്രഹങ്ങളാണ് ഈശോയെ അങ്ങ് ഞങ്ങളിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ കൂടെ ആയിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ പ്രത്യേകമാവിധം അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഈശോനാഥ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, സജീവജലത്തിൻ്റെ ഉറവയായ അങ്ങയ്ക്കായി ഞങ്ങളുടെ ആത്മാവ് ദാഹിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സമീപിച്ച് അങ്ങയിൽ നിന്ന് പാനം ചെയ്യുവാൻ ഞങ്ങളോട് കനിയണമേ. തന്നിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം താൻ ജീവനുള്ള ജലത്തിൻ്റെ ഉറവയാണെന്ന് ഈശോ പലപ്പോഴും പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ ഉറവയിലേക്ക് അവിടുന്ന് തന്നെ ആത്മാക്കളെ ക്ഷണിക്കുന്നുണ്ട്. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീടൊരിക്കലും ദാഹിക്കുകയില്ല എന്നാണ് അവിടുന്ന് സമറിയക്കാരിയോട് പറഞ്ഞത്. ഈശോയുടെ പരസ്യ ജീവിതത്തിലെ അന്തിമ വർഷം കൂടാരത്തിരുന്നാൾ ദിവസം തിങ്ങിക്കൂടിയ ജനങ്ങളോട് ഈ ഉറവയിൽ നിന്ന് പാനം ചെയ്യാൻ എത്രയും ശക്തിമത്തായ ഒരാഹ്വാനം അവിടുന്ന് നൽകി. ജനമധ്യേ എഴുന്നേറ്റ് നിന്ന് അവിടുന്ന് ഉച്ചത്തിൽ അരുളി ചെയ്തു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് പാനം ചെയ്യട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നീർച്ചാൽ പ്രവഹിക്കും. സത്യത്തിനും നീതിക്കും സമാധാനത്തിനും യഥാർത്ഥ സൗഭാഗ്യത്തിനുമുള്ള സർവോപരി ദൈവത്തെ പ്രതിയുള്ള ദാഹമാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. ഭൗമിക ആനന്ദങ്ങളുടെ ഉറവയിൽ നിന്ന് കുടിക്കാൻ
ശ്രമിച്ചിട്ടുള്ള ആത്മാക്കളുടെ ദാഹത്തിന് ഒരു ശമനവുമില്ലെന്ന് അവർക്കറിയാം. മറിച്ച് സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരു ചെറുതുള്ളി നൽകുകയാണെങ്കിൽ അതിൻ്റെ ദാഹം വർദ്ധിക്കുന്നു. ദൈവത്തിന് മാത്രമേ നമ്മുടെ ദാഹം ശമിപ്പിക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് അപ്പോൾ ആത്മാവിന് ബോധ്യമാകും. ഈശോ വാഗ്ദാനം ചെയ്ത ജലം എന്താണ്? താനാണ് അതിൻ്റെ ഉറവയെന്നും അവിടുന്ന് പ്രസ്താവിച്ചു കാണുന്നുവല്ലോ. പ്രസാദപരമാണ് ഈശോ തരുന്ന ജലം. അതിന് മാത്രമേ നമ്മുടെ ദാഹം ശമിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവ സ്വഭാവത്തിൽ നമ്മളെ ആക്കുന്നുണ്ടല്ലോ പ്രസാദവരം. അങ്ങനെ ദൈവത്തോട് നമുക്ക് ബന്ധം പാലിക്കുവാൻ കഴിയുന്നു. മാത്രമല്ല പരിശുദ്ധ ത്രിത്വം നമ്മിൽ വസിക്കാനിടയാക്കുന്നു. സംക്ഷിപ്തമായി പറയുന്ന പക്ഷം ഈശ്വര സമാഗമത്തിന് പ്രസാദവരം വാതിൽ തുറക്കുന്നു. വിശുദ്ധ ക്രിസോസ്റ്റം പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ പ്രസാദവരം ആത്മാവിൽ സ്ഥലം പിടിച്ചു കഴിഞ്ഞാൽ മറ്റ് ഏത് ഉറവയിൽ എന്നതിനേക്കാൾ കൂടുതൽ പ്രവാഹം വർദ്ധിക്കുന്നു. അത് നിൽക്കുകയില്ല, ഉണങ്ങിപ്പോകുകയുമില്ല. ആകയാൽ പ്രസാദപരമാകുന്ന വറ്റാത്ത ഉറവയെ അരുവിയെന്നും ഉറവയെന്നും വിളിക്കുന്നു. അതിന്റെ ശക്തി കാണിക്കാൻ അതിനെ ശീഘ്രത്തിൽ പായുന്ന ജലമെന്നും സംബോധന ചെയ്തിരിക്കുന്നു. പ്രസാദവരത്തിൻ്റെ ശക്തി വലുതാണ്. ആത്മാവിനെയും ദൈവത്തെയും ഐക്യപ്പെടുത്തുന്നതിന് അതിന് സാധിക്കും. ഈ ലോകത്തിൽ വിശ്വാസവും ശരണവും വഴി ഐക്യമുണ്ടാകുന്നു. സ്വർഗത്തിൽ അഭിമുഖ ദർശനം ലഭിക്കുന്നു. പ്രസാദവരത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതും ആത്മാവിൻ്റെ ദൈവസ്നേഹത്തിന് പ്രതിബന്ധമുണ്ടാക്കുന്നതും ദൈവത്തോടടുക്കാൻ ആത്മാവിനെ വിഘാതപ്പെടുത്തുന്നതുമായ എല്ലാത്തിൽ നിന്നും ആത്മാവിനെ മോചിപ്പിക്കുന്നത് ആശാനിഗ്രഹമാണ്. ദൈവത്തോട് വാത്സല്യപൂർവ്വം നടത്തുന്ന സംഭാഷണമാണല്ലോ പ്രാർത്ഥന. അത് ദൈവസ്നേഹത്തെ സംരക്ഷിച്ചു കൊണ്ടുപോരുന്നു. ദൈവത്തെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം ഒരുക്കുന്നത് ആശാനിഗ്രഹമാണ്. പ്രാർത്ഥനയാണ് അഭിവാദനം. അത് സജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തോട് ആത്മാവിനെ യോജിപ്പിക്കുന്നു. പ്രാർത്ഥന ദാഹം ശമിപ്പിച്ച് ആത്മാവിനെ സജീവമാക്കുന്നു. ഈ വിധത്തിലാണ് ഈശോ വാഗ്ദാനം ചെയ്ത സജീവജലത്തെ വിശുദ്ധർ, വിശിഷ്ട ദാർശനികരായ വിശുദ്ധർ വീക്ഷിച്ചിട്ടുള്ളത്. സജീവജലമെന്ന് പറയുന്നത് ശുദ്ധീകരണ പ്രസാദം മാത്രമല്ല, പ്രത്യേക അനുഗ്രഹങ്ങളും നിവേശനങ്ങളും
ഉദ്ദീപനങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുന്ന പ്രകാശവും സ്നേഹവും ആത്മാവിന്റെ ഫലം മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ വഴി ദൈവം തന്നെ നിക്ഷേപിപ്പിക്കുന്നവ കൂടിയാണ്. ദൈവത്തെപ്പറ്റി ഒരു നൂതന ബോധം തന്നെ ഉണ്ടാകുന്നു. പുതിയ ചിന്തകളും ആശയങ്ങളുമാകണമെന്നില്ല, ആത്മാവിൽ ദൈവം ജനിപ്പിക്കുന്ന സ്നേഹത്തിൽ നിന്ന് സംജാതമാകുന്ന ഒരു അനുഭവമാണെന്ന് പറയാം. ദൈവ സ്വഭാവത്തെപ്പറ്റി അഗാധമായ ഒരു ബോധമുണ്ടാകുന്നു. ദൈവം സൃഷ്ടികളെപ്പോലെ അല്ലെന്നും അവിടുന്ന് അനന്തനും സർവശക്തനും ഹൃദയത്തിൻ്റെ സ്നേഹമൊക്കെ അർഹിക്കുന്നവനുമാണെന്ന് ബോധ്യപ്പെടുന്നു. യുക്തി കൊണ്ടും തർക്കങ്ങൾ കൊണ്ടുമല്ല, അനുഭവം കൊണ്ടാണെന്ന് പറയണം. ദൈവത്തെ പറ്റിയുള്ള ഈ പുതിയ അനുഭവജ്ഞാനം, അവിടത്തോടുള്ള നവമായ സ്നേഹം സജീവ ജലമാണ്. അത് ആത്മാവിൻ്റെ ദാഹത്തെ ശമിപ്പിക്കുന്നു. പ്രാർത്ഥനയാകുന്ന സജീവ ജലം ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ ദർശനമായി തീരുന്നു. ഇത് ദൈവത്തിൻ്റെ പ്രത്യേക ദാനമാണ്. ഈശോയുടെ വിശുദ്ധ ത്രേസ്യ പറയുന്നു, യഥേഷ്ടം അവിടുന്ന് നിശ്ചയിക്കുന്ന സമയത്ത് അത് നൽകുന്നു. എല്ലാവർക്കും അവിടുന്ന് കൊടുക്കാൻ സന്നദ്ധനാണ്. എന്നാൽ പ്രാർത്ഥനയിലും ആശാനിഗ്രഹത്തിലും ജീവിക്കുന്നവർക്ക് മാത്രമേ അവിടുന്ന് അത് നൽകുകയുള്ളൂ. വിശുദ്ധ അഗസ്തീനോസിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സത്യമേ, ഞങ്ങളുടെ ആത്മാവിൻ്റെ പ്രകാശമേ, അന്ധകാരം ഞങ്ങളെ ഭയപ്പെടുത്താൻ അനുവദിക്കരുതേ. ഇരുട്ടിൽ നടക്കാൻ അങ്ങ് ഞങ്ങളെ അനുവദിച്ചു. ഇപ്പോൾ ഞങ്ങൾ ഇരുളിൽ തന്നെ, എന്നാൽ അന്ധകാരത്തിൽ നിന്നുകൂടി ഞങ്ങൾ അങ്ങയെ സ്നേഹിച്ചു. ഞങ്ങൾ പാപം ചെയ്തുപോയി, എന്നാൽ ഞങ്ങൾ അങ്ങയെ സ്മരിച്ചു. പിന്തിരിഞ്ഞു വരാൻ അങ്ങ് നൽകിയ ക്ഷണം ഞങ്ങൾ ശ്രവിച്ചു. എന്നാൽ വിപ്ലവകാരികളായ ദുരാശകൾ നിമിത്തം ഞങ്ങൾ ആ സ്വരം വളരെ ക്ലേശിച്ചാണ് കേട്ടത്. ഇതാ അങ്ങയുടെ ഉറവയിൽ ഞങ്ങൾ വീണ്ടും നിൽക്കുന്നു. ദാഹത്താൽ ഞങ്ങൾ പൊരിയുകയാണ്. മേലിൽ യാതൊന്നും ഞങ്ങളെ പുറകോട്ട് വലിക്കാതിരിക്കട്ടെ. ഞങ്ങൾ അങ്ങയുടെ ഉറവയിൽ നിന്ന് കുടിക്കുകയും ജീവിക്കുകയും ചെയ്യട്ടെ. മാൻപേട ഉറവയെ തേടുന്നത് പോലെ ഞങ്ങളുടെ ആത്മാവ് കർത്താവേ അങ്ങയെ തേടുന്നു. സജീവ ഉറവയായ ദൈവമേ, അങ്ങേയ്ക്കായി ഞങ്ങൾ ദാഹിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ എപ്പോൾ ഞങ്ങൾ എത്തിച്ചേരും? ജീവന്റെ ഉറവയെ, സജീവ ജലത്തിന്റെ ചാലയെ, ഉണങ്ങി വരണ്ടു കിടക്കുന്ന ശിലാനിബിഡമായ ഈ മരുഭൂമിയിൽ അങ്ങയുടെ മധുരമായ ജലം എപ്പോൾ ഞങ്ങൾ കണ്ടെത്തും? അങ്ങയുടെ മഹത്വവും ശക്തിയും എന്ന് ഞങ്ങൾ കാണും. കരുണാമാസൃണമായ അങ്ങയുടെ ജലം കൊണ്ട് എന്ന് എൻ്റെ ദാഹം തീർക്കും. കർത്താവെ, ഞങ്ങൾക്ക് ദാഹിക്കുന്നു. സജീവജലമായ അങ്ങേയ്ക്കായി ഞങ്ങൾ ദാഹിക്കുന്നു. കത്തി ദഹിച്ചു പോകാത്ത അഗ്നിയെ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. മൂടുപടം കൂടാതെ എന്നും പ്രകാശിക്കുന്ന വെളിച്ചമേ,
പരിശുദ്ധമായ അഗ്നിയെ അങ്ങയുടെ ജ്വാല കൊണ്ട് ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. എത്ര ശാന്തമായി അങ്ങ് ജ്വലിക്കുന്നു, എത്ര രഹസ്യമായി അങ്ങ് പ്രകാശിക്കുന്നു. അങ്ങയിൽ ഉജ്ജ്വലിപ്പിക്കപ്പെടുന്നത് എത്ര അത്ഭുതാവഹം. അങ്ങയുടെ സ്നേഹത്താൽ കത്തിജ്വലിക്കാത്തവർക്ക് ദുരിതം. എല്ലാ മനുഷ്യരെയും ഉദ്ദീപിപ്പിക്കുന്ന സത്യപ്രകാശമേ, ലോകത്തെ മുഴുവനെയും പ്രകാശമാനമാക്കുന്ന ദൈവമേ, അങ്ങയിൽ പ്രകാശിതയാകാത്തവർക്ക് ദുരിതം. അങ്ങെനിക്ക് പ്രകാശം നൽകുകയും ഞങ്ങൾ കാണുകയും ചെയ്തു. എന്നാൽ ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്ത അങ്ങേക്ക് സ്തുതി ദൈവമേ. ഓ സത്യമേ, നിത്യസത്യമേ, ഞങ്ങൾ അങ്ങേ അറിയാൻ വൈകിപ്പോയി. ഓ സത്യമേ, നിത്യസത്യമേ, ഞങ്ങൾ അങ്ങേ അറിയാൻ വൈകിപ്പോയി. അങ്ങ് പ്രകാശത്തിലും ഞങ്ങൾ ഇരുട്ടിലുമായിരുന്നു. ഞങ്ങൾക്ക് പ്രകാശമില്ലായിരുന്ന, അതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ അറിഞ്ഞില്ല. അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് പ്രകാശമില്ല. കർത്താവേ, അങ്ങയുടെ ക്ഷണം സ്വീകരിച്ച് അങ്ങയുടെ ഉറവയിലേക്ക് ഞങ്ങൾ വരുന്നു. ഞങ്ങളുടെ ദാഹം അങ്ങ് ശമിപ്പിക്കണമേ. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന ഈശോയുടെ വാക്കുകളെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് വലിയ ദർശ്യ പുണ്യവതി പറയുന്നു, കർത്താവ് എല്ലാവരെയും വിളിക്കുന്നു. അവിടുന്ന് സത്യമാണ്. അവിടുത്തെ വചനം നമുക്ക് സംശയിക്കാവുന്നതല്ല. അവിടുന്ന് എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നു. മാർഗമത്തി നിൽക്കാനിടയാകാത്തവരെല്ലാം ഈ സജീവജലത്തിൽ എത്തിച്ചേരും. ആകയാൽ നമുക്ക് അതിനെ ലക്ഷ്യം വയ്ക്കാം. നല്ല തമ്പുരാനെ, അങ്ങേക്കായി ദാഹിക്കുന്ന, അങ്ങയുടെ സ്നേഹത്തിനായി ദാഹിക്കുന്ന, അങ്ങയുടെ കരുണയ്ക്കായി ദാഹിക്കുന്ന ഞങ്ങളുടെ മേൽ ദയവുണ്ടാകണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കരുണാമസൃണമായ സ്വരസ്വരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഓ തമ്പുരാനെ, അങ്ങാണ് ഞങ്ങളുടെ സർവസ്വവും, അങ്ങാണ് ഞങ്ങളുടെ സർവവും. അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. അങ്ങയെ കൂടാതെ ഞങ്ങളുടെ ജീവിതത്തിന് പ്രസക്തിയില്ല. ഞങ്ങൾ വെറും വട്ടപൂജ്യം മാത്രം. അങ്ങ് നിറയാത്ത ഞങ്ങൾ വെറും വട്ടപൂജ്യങ്ങൾ മാത്രം. ദൈവമേ, അങ്ങ് കൂടെ ആയിരിക്കണമേ. അങ്ങ് കൂടെ വസിക്കണമേ. ഈ കരുണയുടെ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ
കരുണയുടെ തിരുനാളിനായി ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഫൗസ്തീന പുണ്യവതിയോട് ചേർന്നുകൊണ്ട് ദിവ്യകരുണ്യ പരിഹാര ജപം നമുക്കും ജപിക്കാം. ഇനി ചെല്ലാൻ പോകുന്ന പ്രാർത്ഥന വിശുദ്ധ ഫൗസ്തീന ദിവ്യകരുണ്യ പരിഹാര ജപമായി ചൊല്ലിക്കൊണ്ടിരുന്നതാണ്. വിശുദ്ധിയോട് ചേർന്ന് നമുക്കും ചൊല്ലാം. ഞങ്ങൾക്കും പ്രത്യേകിച്ച് കഠിനപാപികൾക്കും വേണ്ടിയുള്ള ദൈവകരുണയുടെ ഭരണപത്രിക അടങ്ങിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങൾക്കും പ്രത്യേകിച്ച് കഠിനപാപികൾക്കും വേണ്ടിയുള്ള അനന്തമായ കരുണയുടെ അടയാളമായ കർത്താവ് ഈശോയുടെ ശരീരവും രക്തവും അടങ്ങിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങൾക്കും പ്രത്യേകിച്ച് കഠിനപാപികൾക്കും വേണ്ടി സമർത്ഥമായി വർഷിക്കുന്ന അനന്ത കരുണയും നിത്യജീവനും അടങ്ങിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളോടും പ്രത്യേകിച്ച് കഠിനപാപികളോടുമുള്ള പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കരുണയുടെ പരിശുദ്ധാത്മാവിൻ്റെയും കരുണ അടങ്ങിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു. ഞങ്ങളുടെയും പ്രത്യേകിച്ച് കഠിനപാപികളുടെയും എല്ലാ കടങ്ങൾക്കും പരിഹാരമായ കരുണയുടെ അമൂല്യത അടങ്ങിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു. ഞങ്ങൾക്കും പ്രത്യേകിച്ച് കഠിനപാപികൾക്കും വേണ്ടിയുള്ള ദൈവകരുണയുടെ അഗാധത എന്ന പോലെ നിത്യപിതാവിൻ്റെ മാർവിടത്തിൽ നിന്ന് ജ്വലിച്ചെരിയുന്ന നിർമ്മല സ്നേഹാഗ്നി അടങ്ങിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു. ഞങ്ങൾക്കും പ്രത്യേകിച്ച് കഠിനപാപികൾക്കും വേണ്ടി അങ്ങയുടെ അനന്തമായ കരുണയിലൂടെ ദൈവവും ഞങ്ങളുമായുള്ള ഐക്യം അടങ്ങിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു. ഞങ്ങളോടും പ്രത്യേകിച്ച് കഠിനപാപികളോടും ഈശോയുടെ ഏറ്റവും മാധുര്യമേറിയ തിരുഹൃദയത്തിനുള്ള എല്ലാ വികാരങ്ങളും അടങ്ങിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു. ജീവിതത്തിലെ എല്ലാ സഹനങ്ങളിലും പ്രതികൂലങ്ങളിലും ഞങ്ങൾക്കുള്ള ഏക പ്രതീക്ഷയായ ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു. ബാഹ്യവും ആന്തരികവുമായ പ്രക്ഷുബ്ധതയുടെയും അന്ധകാരത്തിൻ്റെയും മധ്യേ ഞങ്ങളുടെ ഏക പ്രതീക്ഷയായ ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു. ജീവിതത്തിലും മരണവിനാഴികയിലും ഞങ്ങളുടെ ഏക ആശ്രയമായ ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രതികൂലങ്ങളുടെയും നിരാശയുടെ കുത്തൊഴുക്കിൻ്റെ മധ്യേ ഞങ്ങളുടെ ഏക ആശ്രയമായ ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു. വഞ്ചനയുടെയും അസത്യത്തിൻ്റെ മധ്യേ ഞങ്ങളുടെ ഏക ആശ്രയമായ ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു. ഭൂമിയെ ഗ്രസിച്ചിരിക്കുന്ന അന്ധകാരത്തിൻ്റെയും നിരീശ്വരത്വത്തിൻ്റെയും മധ്യേ ഞങ്ങളുടെ ഏക പ്രതീക്ഷയായ ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു. ആർക്കും മനസ്സിലാക്കാനാവാത്ത വേദനകളിലും അഭിലാഷങ്ങളിലും ഞങ്ങളുടെ ഏക പ്രതീക്ഷയായ ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു. അനുദിന ജീവിതത്തിലെ വിരസതയിലും കഷ്ടപ്പാടുകളിലും ഞങ്ങളുടെ ഏക പ്രതീക്ഷയായ ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു. എല്ലാ പ്രയത്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും തകർച്ചകളുടെയും മധ്യേ ഏക ആശ്രയമായ ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു. ശത്രുക്കളുടെ ആക്രമണങ്ങളുടെയും നാരകീയ പ്രവർത്തനങ്ങളുടെ മധ്യേ ഞങ്ങളുടെ ഏക ആശ്രയമായ ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു. ഞങ്ങളുടെ ശക്തിക്ക് അതീതമായ ഭാരത്താൽ വയ്യുമ്പോഴും എൻ്റെ പ്രയത്നങ്ങൾ ഫലരഹിതമായി തോന്നുമ്പോഴും ഓ ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു. അസ്വസ്ഥതകളാൽ എൻ്റെ ഹൃദയം പ്രക്ഷുബ്ധമാകുമ്പോഴും ഭീതി പൂണ്ട എൻ്റെ ആത്മാവ് നിരാശയിലേക്ക് കൂപ്പുകുത്തുമ്പോഴും ഓ ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു. എൻ്റെ ഹൃദയം വിറകൊള്ളുമ്പോഴും
മരണവിയർപ്പ് എൻ്റെ നെറ്റിയെ നനയ്ക്കുമ്പോഴും ഓ ദിവ്യകാരുണ്യമേ, ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു. എല്ലാവരും എനിക്കെതിരായി ഗൂഢാലോചന നടത്തുമ്പോഴും എൻ്റെ ആത്മാവിലേക്ക് കടുത്ത നിരാശ ഇഴഞ്ഞു വരുമ്പോഴും ഓ ദിവ്യകാരുണ്യമേ, ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു. പ്രപഞ്ച വസ്തുക്കൾ എൻ്റെ കണ്ണിൽ നിന്ന് അദൃശ്യമാവുകയും എൻ്റെ ആത്മാവ് അജ്ഞാതമായ ലോകങ്ങൾ ആദ്യമായി ദർശിക്കുകയും ചെയ്യുമ്പോൾ ഓ ദിവ്യകാരുണ്യമേ, ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു. ജോലികൾ എൻ്റെ ശക്തിക്ക് അതീതവും പ്രതികൂലങ്ങൾ എൻ്റെ അനുദിന ഭോജ്യവുമാകുമ്പോൾ ഓ ദിവ്യകാരുണ്യമേ, ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു. പുണ്യാഭ്യാസം എനിക്ക് ആയാസകരവും നിഷേധിയായി ഞാൻ മാറുകയും ചെയ്യുമ്പോൾ ഓ ദിവ്യകാരുണ്യമേ, ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു. എനിക്കെതിരെ എതിർപ്പുകൾ വരുമ്പോൾ ഓ ദിവ്യകാരുണ്യമേ, ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു. എൻ്റെ പ്രയത്നങ്ങളെയും അധ്വാനങ്ങളെയും മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോൾ ഓ ദിവ്യകാരുണ്യമേ, ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു. അങ്ങയുടെ വിധിവാചകം എന്നിൽ പ്രതിധ്വനിക്കുമ്പോൾ ഓ ദിവ്യകാരുണ്യമേ, ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു. എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അങ്ങുമായി എപ്പോഴും ഒന്നായിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഹൃദയ സക്രാരിയിൽ അങ്ങ് സദാ ഉണ്ടായിരിക്കണമേ. അങ്ങ് ഞങ്ങളിലും ഞങ്ങൾ അങ്ങിലും വസിക്കാൻ ഇടയാക്കണമേ. അങ്ങയെ പിരിഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ഏറ്റവും മാധുര്യവാനായ ഈശോ, സ്വർഗീയ അപ്പമേ, അങ്ങയെ കാരുണ്യത്തിൻ്റെ ചെറുവോസ്തിയായി ഞങ്ങളെ മാറ്റുക. വിശക്കുന്നവരും ദാഹിക്കുന്നവരും പരദേശികളും നഗ്നരും രോഗികളും കാരാഗ്രഹവാസികളുമായ അങ്ങേ ഏറ്റവും ചെറിയവർക്കായി ഞങ്ങളെ നൽകുക. അങ്ങയ്ക്ക് സമർപ്പിതമായ ഞങ്ങളുടെ നിസ്സാര ജീവിതങ്ങളെ അങ്ങയുടെ പരമയാഗത്തോട് ചേർത്ത് അങ്ങേ ആരാധ്യമത്വത്തിന് എപ്പോഴും എന്നേക്കുമുള്ള സ്തുതിയും അങ്ങേ അവർണ്ണനീയമായ ദാനത്തിന് നിരന്തര കൃതജ്ഞതയുമാക്കി തീർക്കണമേ. അങ്ങേ തിരുമുഖം സദാ തേടാനും തിരുഹിതം മാത്രം ഞങ്ങൾ നിറവേറാനും ഞങ്ങളെ തീർത്ത് ശൂന്യമാക്കി തിരുമുമ്പിലെറിയ സ്നേഹജ്വാലിയാക്കുക. നിത്യകൂടാരത്തിലെത്തും വരെ അങ്ങേ പരിശുദ്ധാത്മാവിനാലും ദിവ്യരഹസ്യങ്ങളുടെ ശക്തിവിശേഷത്താലും നിറച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്കായുള്ള ബലിയും ആത്മദാനത്തിൻ്റെ വിരുന്നും തിരുസാന്നിധ്യത്തെ കുദാശയമാക്കി അയോഗ്യദാസരായ ഞങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യണമേ. ആമേൻ.
ഈശോ ഈ നിമിഷങ്ങൾ നമ്മോട് പറയുകയാണ്, എൻ്റെ മകനെ, എൻ്റെ മകളെ, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ മകനെ, എൻ്റെ മകളെ, പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമാണ് ഞാൻ. നീ എൻ്റെ സ്നേഹത്തെ അനുഭവിക്കുക. നീ എൻ്റെ സ്നേഹത്തിൽ ഒന്നായിത്തീരുക. അതാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് ആ സ്നേഹത്തെ അനുഭവിക്കാം. ആ സ്നേഹത്തോട് ഒന്നായിത്തീരാം. നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും സാധ്യമാക്കാൻ സാധിക്കുന്നവരാണ് നമ്മുടെ ഈശോ. ഒത്തിരിയേറെ മാതാപിതാക്കള് മക്കളെ ഓർത്ത് വിലപിക്കുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മുടെ മക്കളെ ദിവ്യകാരണത്തേക്ക് സമർപ്പിക്കാം. അവർക്ക് വേണ്ടിയിട്ട് വചനം ഏറ്റുപറഞ്ഞ് നമുക്ക് ആരാധിക്കാം. വിലാപങ്ങൾ 2:19. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. കർത്താവിന്റെ സന്നിധി ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് ദാനമായി തന്ന ഞങ്ങളുടെ മക്കളെ ഈ തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ സംരക്ഷിക്കണമേ, മാനസാന്തരപ്പെടുത്തണമേ, വിശുദ്ധീകരിക്കണമേ. ജെറമിയ 32:27. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ട്. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് ദാനമായി തന്ന ഞങ്ങളുടെ മക്കളെ ഈ തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ സംരക്ഷിക്കണമേ, മാനസാന്തരപ്പെടുത്തണമേ, വിശുദ്ധീകരിക്കണമേ. എസെക്കിയേൽ 34:16. നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും, വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും, മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും, ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് ദാനമായി തന്ന ഞങ്ങളുടെ മക്കളെ ഈ തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ സംരക്ഷിക്കണമേ, മാനസാന്തരപ്പെടുത്തണമേ, വിശുദ്ധീകരിക്കണമേ. വിശുദ്ധ ലൂക്ക 19:10. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് ദാനമായി തന്ന ഞങ്ങളുടെ മക്കളെ ഈ തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ സംരക്ഷിക്കണമേ, മാനസാന്തരപ്പെടുത്തണമേ, വിശുദ്ധീകരിക്കണമേ. വിശുദ്ധ മത്തായി 19:26. യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്കിത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി തന്ന ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ സംരക്ഷിക്കണമേ, മാനസാന്തരപ്പെടുത്തണമേ, വിശുദ്ധീകരിക്കണമേ. ഏശയ്യ 59:21. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് ദാനമായി തന്ന ഞങ്ങളുടെ മക്കളെ ഈ തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ സംരക്ഷിക്കണമേ, മാനസാന്തരപ്പെടുത്തണമേ, വിശുദ്ധീകരിക്കണമേ. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ഏശയ്യ 44:3. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് ദാനമായി തന്ന ഞങ്ങളുടെ മക്കളെ ഈ തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ സംരക്ഷിക്കണമേ, മാനസാന്തരപ്പെടുത്തണമേ, വിശുദ്ധീകരിക്കണമേ. ഈശോയെ, ഈ തലമുറയിൽ ഒത്തിരി പേര് അങ്ങേ സ്തുതിച്ച് മുഖത്തപ്പെടുത്തുമ്പോൾ കുറച്ചു പേരൊക്കെ വഴിതെറ്റിപ്പോകുന്നുണ്ട്. പ്രത്യേകിച്ച് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മായാവലയത്തിൽപ്പെട്ട് കുടുങ്ങിപ്പോയി അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കാതെ നശിച്ചു പോകുന്ന എല്ലാ യുവതലമുറകളെയും എല്ലാ കുഞ്ഞുമക്കളെയും ഈശോയെ അങ്ങേക്ക് സമർപ്പിക്കുമ്പോൾ ഈശോയെ കരുണയായിരിക്കണമേ.
കൃപയായിരിക്കണമേ. അനുഗ്രഹിക്കണമേ. ഈശോയെ, ഓരോ മാതാപിതാക്കളുടെയും കണ്ണുനീരിനെ അവരുയർത്തുന്ന, അവരുടെ മക്കൾക്കായി അവർ ഉയർത്തുന്ന പ്രാർത്ഥനകളെ, യാചനകളെ ഈശോയെ അങ്ങ് ഏറ്റെടുക്കണമേ. അവരുടെ കണ്ണുനീരാൽ അവരുടെ കുഞ്ഞുങ്ങളുടെ പാപങ്ങൾ, പാപക്കറകൾ, ദുഷിച്ച ചിന്തകൾ എല്ലാം കഴുകി വിശുദ്ധീകരിക്കണമേ ദൈവമേ. ശക്തിപ്പെടുത്തണമേ ദൈവമേ. ഒരു മക്കൾ പോലും അകന്നു പോകുവാൻ അങ്ങ് അനുവദിക്കരുത് ദൈവമേ. ഈശോയെ, ഈ നിമിഷങ്ങളിൽ ഈ 1 മണിക്കൂർ സമയം അങ്ങയുടെ കൂടെയായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ സന്നിധിയിലായിരുന്ന, ഈ അനുഗ്രഹിത നിമിഷങ്ങളിൽ അങ്ങയുടെ കൂടിയായിരുന്ന അവസരത്തിൽ ഈശോയെ, അങ്ങ് ഞങ്ങളിലേക്ക് ഒത്തിയേറെ നന്മകളും കൃപകളും അനുഗ്രഹങ്ങളും വർഷിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ സർവവും, ഞങ്ങളുടെ എല്ലാ വികാര വിചാരങ്ങളും, ഹൃദയ നൊമ്പരങ്ങളും, നെടുവേർപ്പുകളും, പ്രാർത്ഥന യാചനകളും ഈശോയെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ പിതാവിൻ്റെ ആത്മശാന്തിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായിലൂടെ അങ്ങ് ഞങ്ങളിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ആ വത്സല പിതാവിനെ ഞങ്ങളുടെ സഭയുടെ അധികാരിയായി ഇത്രയും കാലം നൽകിയ നല്ല ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഒത്തിരിയേറെ നന്മകൾ, കൃപകൾ ഒക്കെ പരിശുദ്ധ പിതാവിലൂടെ തിരുസഭയിലേക്ക്, ഒത്തിരിയേറെ ജനതകളിലേക്ക് അങ്ങ് വർഷിച്ചു. ഇനി സ്വർഗത്തിൽ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കുവാൻ അങ്ങ് ഞങ്ങളുടെ പരിശുദ്ധ പിതാവിനെ നിയോഗിച്ചിരിക്കുന്നതിനെ ഓർത്ത്, ഓ നല്ല തമ്പുരാനെ, നല്ല ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ആശ്വാസദായകൻ പ്രിയനേശുവേ, മർത്യരാം ഞങ്ങൾ തൻ ആരാധന. ആശ്വാസദായകൻ പ്രിയനേശുവേ, മർത്യരാം ഞങ്ങൾ തൻ ആരാധന. മർത്യരാം ഞങ്ങൾ തൻ ആരാധന. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ, സ്നേഹത്തിൻ ഭാവമേ, എന്നെന്നും ആരാധിക്കാം. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ, സ്നേഹത്തിൻ ഭാവമേ,